ലൈഫ് വി സേ എന്നാ ഓക്കെ വലിയ വലിയ നല്ല ജീവിതമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗത്തിൽ ചെന്നാൽ വലിയ പ്രതിഫലമൊക്കെ കിട്ടുമായിരിക്കും. എനിക്ക് വല്ല വിധേന അവിടെ നിന്ന് കടന്നു കൂടണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇനോ ഇവിടെ എങ്ങനെങ്കിലുമൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പണ്ട് ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് ഒരു ടീച്ചർ ധനവാന്റെയും ലാസറിന്റെയും കഥ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കൊച്ചിനോട് ചോദിച്ചു, മോനെ നിനക്ക് ആരാകാൻ ആഗ്രഹം? എല്ലാവരോടും ഇങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എനിക്ക് ധനവാൻ ആകണ്ട, കാര്യം ധനവാൻ എവിടെയാ, നിത്യ നരകത്തിൽ കിടക്കാണ്, എനിക്ക് ലാസറായാൽ മതി, ലാസർ അബ്രഹാമിന്റെ മടിയിലാണെന്ന്. മിടുക്കനൊരു കൊച്ചനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു ടീച്ചർ എനിക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധനവാനായിട്ടും മരിച്ചു കഴിയുമ്പം ലാസറുമാകാനാണ് എന്റെ ആഗ്രഹം. തമാശയ്ക്ക് ചിരിക്കൊന്നും വേണ്ട, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അല്ലാതെ അല്ലെങ്കിൽ പറ നമുക്ക് ആർക്കെങ്കിലും ആ ലാസർ ജീവിച്ച പോലെ ഇവിടെ ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കും ആഗ്രഹമില്ല. പക്ഷെ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ആരാകണം? ലാസർ ആകണം. എന്നതുപോലെ അങ്ങനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കയറുക എന്നുള്ളതല്ല യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് ഫലമേൽപ്പിച്ചതായ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം അവനുണ്ടായിരുന്നു. He knew that he is in this world with a mission and he just wanted to accomplish that mission. അവൻ ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ അവന് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവന് ഒരു വ്യത്യസ്ത ജീവിതം ജീവിക്കാൻ തയ്യാറായി. അവൻ ഒരു നാസീർ വ്രതസ്ഥനാണ്. അവൻ വീഞ്ഞും മദ്യവും കഴിച്ചില്ല. വീഞ്ഞു മദ്യവും കഴിക്കുന്നത് അല്ലെങ്കിൽ വീഞ്ഞു കുടിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമല്ല. എന്നാൽ നാസീർ വ്രതസ്ഥന് അത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നോർമൽ ലൈഫ് അല്ല. അപ്പം യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ ഒരു ദേശീയ പാനീയമാണ് അവരുടെ വൈൻ എന്ന് പറയുന്നത്, വൈൻ. അപ്പോൾ ആ വൈൻ കുടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു നോർമൽ ലൈഫ് ആണെങ്കിലും ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യത്തില്ല, കുടിക്കത്തില്ല. ഹീ ഈസ് സെപ്പറേറ്റിംഗ് ഹിംസെൽഫ്. അവനെ തന്നെ വേർപെടുത്തി ജീവിക്കുകയാണ്. കാര്യം അവനെക്കുറിച്ച് ദൈവത്തിനൊരു ദൗത്യമുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവന് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ആത്മാവ് അവന് നൽകിയ ധാരണയ്ക്കാണ്. കാര്യം അവൻ ആത്മാവിൽ ബലപ്പെട്ടു വന്നു, ഇല്ലേ? അവൻ ആത്മാവിൽ ബലപ്പെട്ടു വന്നു. ആത്മാവ് അവനെ മറ്റൊരു രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുന്ന ഭാഗം അതിന്റെ 33-ാമത്തെ വാക്യത്തില്, 7-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും. നോക്ക്, അപ്പം തിന്നുന്നതൊക്കെ എന്തോ തെറ്റായ കാര്യമാണ്. പക്ഷെ തെറ്റായ കാര്യമല്ലെങ്കിലും അവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്തു. കാര്യം അവന് നിർവഹിക്കാനുള്ള ജോലിയെക്കുറിച്ചുള്ള വലിയ ബോധ്യം അവന് ഉണ്ടായിരുന്നു. ഹി വോണ്ടഡ് ടു ഡിസിപ്ലിൻ ഹിസ് ലൈഫ്. മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതും അനോയിന്റഡ് ആയ, മറ്റുള്ളവർക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തതും, മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി അതർ പീപ്പിൾ ക്യാൻ ഡു ദാറ്റ്, മേ ബി അതേഴ്സ് ക്യാൻ ഡു ദാറ്റ്, ബട്ട് യു കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് യു ആർ ഡിഫറെന്റ്, യു ആർ സെപ്പറേറ്റഡ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആളുകൾ അതിനെന്താ കുഴപ്പം, എല്ലാവരും അത് ചെയ്യുന്നതല്ലേ, അല്ലേ? എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയല്ല. വി ആർ ഡിഫറെന്റ് ആൻഡ് certainly we want to live a life that is worthy for the calling or the anointing God has given us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ചിലപ്പോൾ ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചില ആളുകളോട് കൗൺസിൽ ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, ഓക്കെ ലീവ് ഇറ്റ് മാൻ, അതങ്ങ് വിട്. അവനെന്നാ വിട്ടാൽ ഞാൻ മാത്രം വിടണമെന്ന് എത്ര വലിയ നിർബന്ധം? അവനെന്നാ? ഞാൻ പറയുന്നു അവൻ ഡിഫറന്റാ. നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതല്ല അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നീതിയും ന്യായവും നോക്കുക എന്നുള്ളതല്ല. ആത്മീയത എന്ന് പറയുന്നത് നിയമാനുസൃതമായ ഒരു ജീവിതം ജീവിക്കുന്നത് മാത്രമല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് എന്താണ് അത്. നമ്മളതുകൊണ്ട് എന്താ പറയുന്നത് അറിയാമോ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ചോദിക്കുന്നത് അതിനകത്ത് എന്നെ കുഴപ്പം എന്താ? അത് ബ്രദർ പറഞ്ഞാൽ അതിനകത്ത് തന്നെ കുഴപ്പം. ഈ സഭയിലൊക്കെ മിക്കവാറും പ്രശ്നം ഉണ്ടാകുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ പ്രശ്നം എന്ന് ബ്രദർ എന്ന് പറഞ്ഞാട്ട് ഞാൻ ചീത്ത വല്ലതും വിളിച്ചു, ഇല്ലേ? നമ്മൾ സാധാരണ ചോദിക്കുന്നു, ഞാൻ ചീത്ത വല്ലതും വിളിച്ചു, ഞാൻ വിഷ്ണുവില്ലാത്ത വാക്കുവല്ലം പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാനുസൃത ജീവിതം എന്ന ഒരു ചതഞ്ഞ പരീശന്റെ ഒരു മതതത്വമാണ്. അവൻ ചീത്ത വിളിച്ചില്ല, പക്ഷെ നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾ മുറിവേറ്റു, നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടായി. ആൻഡ് ഇറ്റ് ഈസ് മോർ ദാൻ എ സിൻ. ഇറ്റ് ഈസ് മോർ ദാൻ എ സിൻ. പൗലോസ് കൊരിന്ത്യ ലേഖനത്തില് 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? എവരിതിങ് ഈസ് പെർമിസിബിൾ ബട്ട് എവരിതിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലതും പ്രയോജനമുള്ളത് അല്ല. എവരിതിങ് ഈസ് പെർമിസിബിൾ ബട്ട് എവരിതിങ് ഡസന്റ് ബിൽഡ് അപ്പ്. എല്ലാത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷെ എല്ലാം ആത്മീക വർധന വരുത്തുന്നില്ല. പൗലോസ് പറയുന്നത് എന്നറിയാമോ? നന്മയാ അല്ലെങ്കിൽ നീതിയാണോ എന്ന് ചോദിച്ചാൽ യെസ്, കള്ളം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല, ദൈവവചന പ്രകാരമാണോ എന്ന് ചോദിച്ചാൽ അതെ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഞാന് നോക്കുന്നത് ഇത് പെർമിസിബിൾ ആണോ നിയമാനുസൃതമാണോ എന്നല്ല. പൗലോസ് പറയുന്നത്
അത് എന്താണ്? എവറിഥിങ് ഈസ് പെർമിസിബിൾ, എവറിഥിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. ഞാൻ നോക്കുന്നത് അത് പ്രയോജനകരമാണോ? ആർക്ക് പ്രയോജനം? എനിക്ക് പ്രയോജനമാണെന്നുള്ളതല്ല. എല്ലാവർക്കും, സഭയ്ക്ക്, സമൂഹത്തിന് പ്രയോജനമാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രയോജനമാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അവിടെ പറയുന്ന ആ ഭാഗം അതാണ്. സകലത്തിന് വേണ്ടി കർത്തവ്യമുണ്ട്, എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല. ആർക്ക് പ്രയോജനമുള്ളതല്ല? അതിന്റെ 4 വാക്യത്തിൽ പറയുന്നത് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അത്രേ അന്വേഷിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തികൾ മറ്റുള്ളവന് പ്രയോജനമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല. എനിക്ക് പ്രയോജനമുള്ളതല്ല, നമ്മളങ്ങനല്ല. നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അതിന് നിയമമില്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ നമുക്ക് ഉണ്ടാക്കും, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടാക്കും. അത് പ്രധാനം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പറയുന്ന സാഹചര്യം വേറെ. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ പൗലോസ് പറയാണ് എവറിഥിങ് ഈസ് പെർമിസിബിൾ, ബട്ട് എവറിഥിങ് ഡസന്റ് ബിൽഡ് അപ്പ്. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? പലരും അത് നോക്കുന്നില്ല. കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിയമാനുസൃതമാണെന്നുള്ളതല്ല, അത് റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ? ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിയമാനുസൃതമായ കാര്യം ചെയ്യാൻ നോർമൽ ആൾക്കാർക്ക് പറ്റുമായിരിക്കും. പക്ഷേ ദൈവികമായ ഒരു ദൗത്യം നിർവഹിക്കാൻ ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്ന അഭിഷിക്തനായ വ്യക്തിക്ക്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഡിഫറന്റ് ആണ്. അവൻ എപ്പോഴും നോക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രയോജനമാണ്. അവൻ എപ്പോഴും നോക്കേണ്ടത് റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അവൻ ഒരുപക്ഷെ നോർമൽ ആളുകൾ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല ജീവിക്കുന്നത്. ഇതിനകത്ത് തെറ്റില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? അതൊക്കെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അത് ദൈവസന്നിധി നമ്മളെടുക്കുന്ന ഡിസിപ്ലിൻസ് ആണ്. ഡിസിപ്ലിനാണ്. മേ ബി എവറിബഡി ഡസ് ഇറ്റ്. ആൻഡ് സ്വർഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് നീ എന്താ അത് ചെയ്തെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും. പക്ഷെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ ചില ഡിസിപ്ലിൻസ് എടുക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഇതങ്ങോട്ട് തുടങ്ങി വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ കഴിയത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇങ്ങനെ ദൈവാത്മാവിനാൽ അവൻ ബലപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവാത്മാവുമായിട്ട് അവന് നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ദൈവാത്മാവ് എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവത്തിന്റെ പുത്രൻ സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അവൻ പറയുകയാണ്, എനിക്കറിയത്തില്ലായിരുന്നു യേശു ആണ് മശിഹ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ബോധ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് കോൺസ്റ്റന്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ ആര് വരും? പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, അവനാണ് യഥാർത്ഥത്തിൽ മശിഹ എന്ന് എന്നോട് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം, അല്ലേ? നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? അതിന് ഒത്തിരി അന്തരീക്ഷമൊക്കെ വേണം, അല്ലേ? അന്തരീക്ഷം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയോട് എപ്പോഴും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബിഗസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിപ്പാട് അല്ലെങ്കിൽ വലിയ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതാണ്, ഹി ഈസ് ഓൾവേസ് ടോക്കിംഗ് ആൻഡ് ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. നമ്മളോട് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ന്യൂ ടെസ്റ്റ്മെന്റിലെ കാര്യമാണ് നമ്മൾ യോഹന്നാന്റെ കാര്യം പറഞ്ഞത്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മോശയുടെ ഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മോശയുടെ കാര്യം എടുത്താലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മോശയെ പോലെ ഒരു മനുഷ്യ കഥാപാത്രം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യ കഥാപാത്രം അത്രയ്ക്കും ശക്തമായ നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? മോശയെ പോലെ കഥാപാത്രം. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് മോശ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഇറ്റ് ഈസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, നോട്ട് അബൌട്ട് സംബഡി എൽസ്. മറ്റൊരാളെ കുറിച്ചല്ല. അത്രയ്ക്കും ദൈവജനത്തെ, അതായത് പുതിയ ഇസ്രായേലിനെ സ്വർഗീയ കനാനിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നുവെങ്കിൽ പഴയ ഇസ്രായേലിനെ ഭൗമിക കനാനിലേക്ക് കൊണ്ടുപോയ വ്യക്തിയാണ് ആര്? മോശ. അത്രയ്ക്കും ശക്തനായ അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ചതായ വ്യക്തിയാണ് മോശ. എന്നാൽ മോശയാക്കിയത് ആരാണ്? അല്ലെങ്കിൽ എന്താണ്? മിസ്രൈമിൽ നിന്ന് അവൻ നേടിയ ജ്ഞാനമൊന്നുമല്ല. അവൻ നല്ല മിടുക്കനൊക്കെ ആയിരുന്നു, മിസ്രൈമിലെ സകല ജ്ഞാനവൻ അഭ്യസിച്ചു, അതുകൊണ്ട് അവൻ ഇത്രയും വലിയ ആളായതല്ല. അവൻ ആക്കിയത്, അവൻ അനുഭവിച്ച ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ്. അവൻ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന് ഒരു നിരന്തര അനുഭവമായിരുന്നു.
ഹി വാസ് ഡിഫറെന്റ്. ഹി വാസ് നോട്ട് ജസ്റ്റ് ലൈക്ക് അനദർ പ്രോഫറ്റ്. അതിനെക്കുറിച്ച് വേറെ പറയുന്നുണ്ട്. അവൻ മറ്റൊരു പ്രവാചകനെ പോലെ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മോശയുടെ കാര്യത്തിലും ദൈവത്തിന്റെ കരുതൽ, കരുണ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അനോയിന്റിങ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൗത്യ ഭരമേൽപ്പിക്കുന്നത്, കമ്മീഷനിങ്, ദാറ്റ് ഹാപ്പൻഡ് ഈവൻ ബിഫോർ ഹിസ് ഹിസ് ബർത്ത്. അവന്റെ അല്ലെങ്കിൽ ജനനത്തിങ്കൽ തന്നെ മോശയെക്കുറിച്ച് പറയുമ്പോൾ പുറപ്പാട് 2 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ലേവി ഗോത്രത്തിൽപ്പെട്ട 2 ആളുകൾ വിവാഹിതരാകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ പരിഗ്രഹിച്ച് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ഇല്ലേ? ആർക്കാ സൗന്ദര്യമില്ലാത്ത? ഏത് കുഞ്ഞിനാ സൗന്ദര്യമില്ലാത്ത? ഏതെങ്കിലും അമ്മ പറയും എന്റെ കുഞ്ഞിന് സൗന്ദര്യമില്ലെന്ന് പറയും? ഇല്ല. പിന്നെ മോശയ്ക്ക് മാത്രമേ എത്ര വൃത്തിയായതാ, ഇല്ലേ? മോശയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു. അപ്പൊ സൗന്ദര്യം ഇല്ലായിരുന്നെങ്കിൽ ഒരു കളഞ്ഞനെയോ? അതെന്തോ തള്ളയാ, ഇല്ലേ? എന്റെ കുഞ്ഞിന് സൗന്ദര്യമില്ല എന്നാ പൊക്കോട്ട് എന്ന് ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു തള്ള? ഇല്ല. എന്താണ് ഇവിടുത്തെ അർത്ഥം? എബ്രായ ലേഖനത്തിൽ ഇതേ വാക്യം തന്നെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 11-23 ഇതെടുത്ത് പറയുന്നുണ്ട്. മോശ സൗന്ദര്യമുള്ളവനായിരുന്നു, ഇല്ലേ? ജനത്തിങ്കിൽ തന്നെ അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു. ഹി വാസ് ബ്യൂട്ടിഫുൾ, ഹി വാസ് ഹാൻസം. പക്ഷേ ആ സൗന്ദര്യത്തെക്കുറിച്ച് ആക്ട്സ് ചാപ്റ്റർ 7:20 സ്റ്റീഫൻ പറയുന്ന കാര്യം, അവൻ ദിവ്യ സൗന്ദര്യമുള്ളവനായിരുന്നു. അക്കാലത്ത് മോശ ജനിച്ചു ദിവ്യസുന്ദരനായിരുന്നു എന്നാണ്. ദിവ്യസുന്ദരനായിരുന്നു. ഹി വാസ് ബ്യൂട്ടിഫുൾ ബിഫോർ ഗാഡ്. ദൈവം മുമ്പാകെ അവൻ എന്തുണ്ടായിരുന്നു? സൗന്ദര്യം ഉണ്ടായിരുന്നു. അവൻ ദിവ്യ സൗന്ദര്യം. And you know, this is not the beauty of his body. It is not the beauty of his face. It is something divine. God had something in his mind. When God saw Moses, he was smiling. എല്ലാരെയും നോക്കി കർത്താവ് പുഞ്ചിരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ when Moses was born, God just looked at him and he was happy because he was an anointed child. And God wanted to do something with this Moses. ഈ മോശയോട് ചേർന്ന് അല്ലെങ്കിൽ മോശയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതാ ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. ദിവ്യ സൗന്ദര്യം. ഇനി എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ച് അവർക്കൊരു ദിവ്യ സൗന്ദര്യമുണ്ട്. പക്ഷെ ദൈവത്താൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മോശ എന്ത് ചെയ്തിരുന്നു? ആത്മാവിനാൽ ജനനത്തിങ്കലേ അവൻ വേർതിരിക്കപ്പെട്ടിരുന്നു. അവന്റെ അമ്മയപ്പന്മാർക്ക് മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലായി. അമ്മയപ്പന്മാർ മനസ്സിലാക്കി, ദിസ് ചൈൽഡ് ഇസ് നോട്ട് എ നോർമൽ ചൈൽഡ്. ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞ് അല്ല. അമ്മയപ്പനും മനസ്സിലാക്കി. നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യ സൗന്ദര്യമാണ്. മറ്റെല്ലാ സൗന്ദര്യം നമ്മൾ കാണും. നമ്മൾ പറയും, നമ്മൾ അയ്യോ അവൻ എന്തോ ഒരു ബുദ്ധിയാവും, അയ്യോ എന്താണ് അവൻ പറഞ്ഞ വർത്തമാനമൊക്കെ കേൾക്കണം, വലിയൊരു വർത്തമാനം പറയുന്ന പോലെ അവൻ ഈ 3 വയസ്സുള്ളപ്പം പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വി ഡു നോട്ട് സീ ദി ഡിവൈൻ ബ്യൂട്ടി ഇൻ അവർ ചൈൽഡ്. ആൻഡ് അതാ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ എങ്ങനെയാണ് നമ്മളെ പിള്ളേരെ വളർത്തുന്നത്? അവരുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം വളർത്തിക്കൊണ്ടല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എന്താണ്? ദ ബ്യൂട്ടി ഓഫ് ദ ഫേസ് ഓഫ് ദ ചൈൽഡ് ഓർ അവരുടെ ഇന്റലക്ട്. ഇതൊക്കെയല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എത്ര മാതാപിതാക്കള് അവരുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യ സൗന്ദര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നു? ഐ ഡോണ്ട് സീ പീപ്പിൾ ആർ വെരി മച്ച് കൺസേൺ അബൌട്ട് ദാറ്റ്. എന്നാൽ മോശയുടെ അമ്മയപ്പന്മാർ പറഞ്ഞു എന്താണ്? He is a beautiful child and this beauty is not human beauty. അത് അങ്ങ് ചൊക്ക് പ്രകാശിച്ചെന്നുള്ള അർത്ഥത്തിലൊന്നാണ് പറയുന്നത്. God has a plan for my child. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞിന്റെ വേണ്ടിയുള്ള ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ അതിന്റെ ബുദ്ധി കണ്ടുപിടിക്കുന്നതല്ല. അവന്റെ അമ്മയപ്പന്മാർ കാര്യം മനസ്സിലാക്കി, മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലാക്കി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവർ രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ ഒളിപ്പിച്ചു വെച്ചു. ഭയപ്പെടാതെ അവർ പറയുന്നത്, രാജാവ് വന്ന് ഞങ്ങളെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, ഞങ്ങളുടെ ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, പക്ഷെ ഞങ്ങൾ ഈ കുഞ്ഞിനെ പ്രിസർവ് ചെയ്യും. എന്തിനു വേണ്ടി? കാരണം ദൈവത്തിന് ഈ കുഞ്ഞിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം. പ്രിയമുള്ളവരെ, സ്വന്തം ജീവനെ റിസ്ക് ചെയ്താണ് മോശയുടെ മാതാപിതാക്കൾ ദൈവത്തിനു വേണ്ടി അവനെ വളർത്തിയെടുത്തത്. 3 മാസമേ അവർക്ക് വളർത്താൻ പറ്റുള്ളൂ. പക്ഷേ